അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇക്കാര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായി നിൽക്കുന്നു എന്നുള്ളിടത്ത് ED 700 കോടിയുടെ ഇവരുടെ ആസ്തികൾ ഇപ്പോൾ കണ്ടുകെട്ടാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്ന് വരുന്ന ഒരു കാര്യത്തിൽ കേരളത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല. പത്രങ്ങളിൽ ഈ വാർത്ത ഇന്ന് മഷീട്ട് നോക്കിയിട്ടും പലയിടത്തും കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങളും ഇതിനെ അങ്ങനെ കാണുന്നില്ലേ? വളരെ ഗൗരവമായി കാണുന്നില്ലേ? എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് അറിയണ്ടേ? ആദ്യമായിട്ട് ഈ ചർച്ചയിൽ വസ്തുതാപരമായൊരു പെശക് വന്നിട്ടുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനി അവർ സേവനം നൽകിയിട്ടില്ല എന്ന് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിട്ടില്ല. മറിച്ച് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ കമ്പനിയുടെ ഉടമസ്ഥനായ ശശിധരൻ കർത്ത നൽകിയ അഫിഡവിറ്റിൽ പറയുന്നത് മതിയായ സേവനം കിട്ടിയെന്നാണ്. പക്ഷേ അവിടെ വിട്ട് തള്ളിക്കൊണ്ട് ആ സ്ഥാപനത്തിലെ ജോലിക്കാർ അവരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡിൽ പിടികൂടപ്പെട്ടപ്പോൾ അവരെ മൂലയ്ക്ക് ചാരി അവരുടെ പക്കൽ നിന്നും വ്യാജമായി ഒരു മൊഴി സംഘടിപ്പിച്ചു. പക്ഷേ കമ്പനിയുടെ ഉടമ പറഞ്ഞു മതിയായ സേവനം ലഭിച്ചു. അത് അഫിഡവിറ്റ് ആ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ 2021 ഹാജരാക്കിയിട്ടുണ്ട്. 2021 തന്നെ മതിയായ സേവനം കിട്ടിയിട്ടുണ്ട് എന്ന് കമ്പനി ഉടമസ്ഥർ പറഞ്ഞ കേസാണിത്. നാഷണൽ ഹെറാൾഡ് കേസിലെ പോലെ എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായി ഇവിടെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. ലാലും അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു അഡ്മിഷൻ വന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് ചെയ്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, മുഖ്യമന്ത്രി ഇപ്പോൾ എന്തോ പുതുതായിട്ട് സമ്മതിച്ചു എന്ന് ശ്രീകുമാർ സാർ പറഞ്ഞു. അതും സത്യവിരുദ്ധമാണ്. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് കേരള സർക്കാരിന് ഒരു ബന്ധവുമില്ലെങ്കിലും വീണ വിജയൻ എന്ന് പറയുന്ന ഒരു സംരംഭകൻ നടത്തിയ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പരാമർശം അവിടെ നടത്തി. ഈ പരാമർശം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കേസിൽ കോടിയേരിയുടെ പേരുണ്ടായിരുന്നില്ല. ഇവിടെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന് വീണയെ വിശേഷിപ്പിച്ചത് വഴി തുടക്കം തന്നെ വ്യക്തമായി മുഖ്യമന്ത്രിയിലേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലാതെ PV എന്നത് താനാണ് എന്ന് പിണറായി വിജയൻ മാറ്റി പറഞ്ഞു എന്ന തരത്തിലേക്ക് കോൺഗ്രസ്സുകാരും ഇപ്പോൾ ശ്രീ ശ്രീകുമാറും പറയുന്ന കാര്യങ്ങൾ കളവാണ്. ഇത് രണ്ടും വസ്തുതാപരമായി ഈ ചർച്ചയുടെ ഭാഗമാക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരാമർശമോ അല്ലെങ്കിൽ SFIയുടെ കേസോ നാഷണൽ ഹെറാൾഡ് കേസുമായി യാതൊരു താരതമ്യവുമില്ലാത്തതാണ്. രണ്ടും രണ്ടാണ്. വീണ വിജയൻ പ്രതിയായിട്ടുള്ള കേസ് അവർ വ്യക്തിപരമായി കോടതിയിൽ കൈകാര്യം ചെയ്യും. അതിൽ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സമരം നടത്തുന്ന കോൺഗ്രസിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുകയും ചെയ്യും. BJP പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാനങ്ങളെയും അവിടുത്തെ ഗവൺമെൻറ്റുകളെയും ദുർബലപ്പെടുത്താനുള്ള നീക്കം തന്നെയാണെന്നാണ് LDFൻ്റെയും CPMൻ്റെ അഭിപ്രായം. അതുകൊണ്ട് രാഷ്ട്രീയമായ പോരാട്ടം LDF നടത്തും, അല്ലെങ്കിൽ പാർട്ടി നടത്തും. നിയമപരമായ പോരാട്ടം സ്വാഭാവികമായും വ്യക്തികളും കമ്പനിയുമാണ് നടത്തുന്നത്. അതിനുള്ള കരുത്തൊക്കെ അവർക്കുണ്ട്. രാഷ്ട്രീയമായി യാതൊരു സഹായവും വീണയ്ക്ക് ആ കേസ് നടത്തിപ്പിന് CPMൻ്റെ ആവശ്യമില്ല. കാരണം യാതൊരു തരത്തിലും നിലനിൽക്കുന്നൊരു കേസല്ല ആ കോടതിയിലുള്ളത്. പക്ഷേ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ ഉള്ളിലേക്ക് പോയാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ കേസ് ഇങ്ങനെ ED കൈകാര്യം ചെയ്തതിനെ CPM എതിർക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ലാല് ചോദിച്ചതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുൻ പേജിൽ ഈ വാർത്ത ഇല്ല എന്ന് സത്യമല്ല. മലയാള മനോരമയിൽ ഞാൻ ഈ വാർത്ത കണ്ടു. ആ വാർത്തയിൽ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കെതിരായ നീക്കമാണ് എന്നാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരായ ED നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് 561 കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തിയിരിക്കുന്നത് നാഷണൽ ഹെറാൾഡിൻ്റെത്. ഇതാണ് അവരുടെ ആരോപണം. അപ്പം നമുക്ക് പരിശോധിക്കാം, ഇപ്പോൾ ഈ സ്വത്തിൻ്റെ ഉടമ കോൺഗ്രസ് പാർട്ടിയാണോ? യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന 2019 സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഏതാണ്ട് 76% ഓഹരിയുള്ള ഒരു കമ്പനി. അതിൽ മറ്റു പലർക്കും ഓഹരിയുണ്ട്, മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാർക്കും കമ്പനിയുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ എന്ന് പറഞ്ഞു തന്നാൽ മതി, യങ് ഇന്ത്യ ലിമിറ്റഡും കോൺഗ്രസുമായി ബന്ധമുണ്ടോ?
അത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപനമാണോ? കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ പണം വായ്പ കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ 90.25 ലക്ഷം രൂപ സോണിയാഗാന്ധിയും മകനും 76% ഷെയറുള്ള ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് കൈമാറിയിരിക്കുന്നു. ഫലത്തിൽ യങ് ഇന്ത്യ ലിമിറ്റഡ് ഒരു കുടുംബ ട്രസ്റ്റായി മാറി. അത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ളതല്ല. അപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ചിരിക്കുന്നു. ശിവകുമാർ സാറിനെ പോലുള്ള പാവങ്ങൾ പറയുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്താണെന്ന്. ഏത്? യങ് ഇന്ത്യ ലിമിറ്റഡ്. യങ് ഇന്ത്യ ലിമിറ്റഡ് കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്താണെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ AICC 90.25 ലക്ഷം രൂപ ആ പാർട്ടിയുടെ ഉടമസ്ഥതയുള്ള യങ് ഇന്ത്യ ലിമിറ്റഡിന് കൊടുത്താൽ എങ്ങനെ ക്രിമിനൽ കുറ്റമാകും? അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്താണെങ്കിൽ 90.25 കോടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. രാഹുൽ ഗാന്ധിയുടെയും വ്യക്തിപര അല്ലല്ല 90.25 കോടി രൂപ. സോറി, യു ആർ കറക്റ്റ്. ഞാൻ ലക്ഷം എന്ന് പറഞ്ഞ് തിരുത്തണം. 90.25 കോടി രൂപ. യു ആർ കറക്റ്റ്. അപ്പോൾ എന്താണ്? 90.25 കോടി രൂപ മുടക്കിയ ഒരു സ്ഥാപനം കോൺഗ്രസിൻ്റെതാണോ? അത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സ്വകാര്യ ട്രസ്റ്റാണ് എന്ന യാഥാർത്ഥ്യ നിലയ്ക്ക് ശിവകുമാർ സാർ ഒന്ന് വാദിക്കുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ പത്രം, കോൺഗ്രസ് പാർട്ടിയുടെ ട്രസ്റ്റ്, കോൺഗ്രസ് നേതാക്കന്മാരെന്ന നിലയ്ക്ക് പ്രതികളായി. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും സ്വകാര്യ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെൻറ്റിൽ, ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് കാണിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ കേസ് എന്താണ്? നാഷണൽ ഹെറാൾഡ് കേസ് എന്താണ്? ഇൻകം ടാക്സ് സമർപ്പിച്ചപ്പോൾ 2010 ആരംഭിച്ച ഈ കമ്പനിയിലേക്ക് 2011 ഈ പറയുന്ന നാഷണൽ ഹെറാൾഡിൻ്റെ ഓഹരി, AJLൻ്റെ ഓഹരി, ആ ഓഹരി ഇതിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്തപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ 5000-ഓളം സമരഭടന്മാർ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി 3 പത്രങ്ങൾ ആരംഭിക്കാൻ, ഹിന്ദിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും 3 പത്രങ്ങൾ ആരംഭിക്കാൻ സമാഹരിച്ച പണമാണിത്. അവർക്ക് ലക്നൌവിൽ, അതുപോലെ തന്നെ ബീഹാറിൽ, അവർക്ക് ബോംബെയിൽ, ഡൽഹിയിലൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആസ്തികളുള്ള ഓഫീസുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. എല്ലാത്തിലൂടെ 4,000 കോടി വരുമെന്ന് കണക്കാക്കുന്നവരുണ്ട്. ED കണക്കാക്കിയത് 2,000 കോടി രൂപയാണ്. ഈ 2,000 കോടി രൂപയുടെ സ്വത്ത് 90.25 കോടി രൂപയ്ക്ക് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ അവരുടെ പേരിലേക്ക് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്താണ്, അവർ വേണേൽ അടിച്ചെടുത്തു എന്ന് പറയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ പണമാണ് മുടക്കിയത്, ഇവരുടെ പണമല്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ചു, കോൺഗ്രസ്സുകാർ കബളിപ്പിക്കപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയെ സോണിയാഗാന്ധി പറ്റിച്ചാൽ നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റേ? രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ചാൽ നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റേ എന്ന് ശിവകുമാർ സാർ ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. അവരാ പാർട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയും മകനും. പക്ഷെ പ്രശ്നം എന്താണ്? നിയമത്തിലെ ഉത്തരം പറയണം. നിങ്ങൾ സ്വകാര്യ ട്രസ്റ്റിലേക്ക് മാറ്റിയാൽ നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കൊടുക്കണം. അത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കൊടുത്തിട്ടില്ല. അപ്പോൾ ED കയറി പിടിച്ചു. അപ്പോൾ EDക്ക് വസ്തുതാപരമായി തെളിവുണ്ട്. അതിൽ കോൺഗ്രസ് പാർട്ടി പ്രതിയായിട്ട് പോയാൽ കുറെ കൂടെ നേരത്തെ അവർ ജയിലിൽ കിടക്കും. കാരണം ഞങ്ങളുടെ കാശ് കൊണ്ടുപോയിട്ടാണ് ഇവർ സ്വകാര്യ ട്രസ്റ്റ് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ പണം അപഹരിച്ചിട്ടാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കൂടി ഈ കാശ് കൊണ്ടുപോയത് എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും പരാതിപ്പെട്ടാൽ നേരത്തെ തന്നെ ജയിലിൽ പോകും. കോൺഗ്രസ്സുകാർ പരാതിപ്പെട്ടില്ല, സുബ്രഹ്മണ്യ സ്വാമി പരാതിപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു 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 ദ്വികക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എലിയും പൂച്ചയും കൂടെ കളിക്കുമ്പോൾ ഈ എലിയെ പിടിച്ചാൽ ഉടനെ പൂച്ച എലിയെ കൊല്ലത്തില്ല, ഇട്ട് കളിക്കും. കോൺഗ്രസ്സിന് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവായിട്ട് എപ്പോഴും മോദിക്ക് ഇഷ്ടം. കാരണം എന്താണ്? അധികം തലപ്പൊക്കം ഉണ്ടാവില്ല. കേരളത്തിലെ കോൺഗ്രസ്സിന് BJPക്ക് ഇഷ്ടപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. എന്താണ് കാരണം? ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടന്നുള്ളൂ. ഹരിയാന തോറ്റേക്കാം, മഹാരാഷ്ട്ര തോക്കണം, ഞങ്ങളിപ്പോൾ തന്നെ തോറ്റേക്കാം. എപ്പോഴാണോ BJPക്ക് ഒരു സഹായം വേണ്ടത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് മൃദുഹിന്ദുത്വമാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് തങ്ങൾക്കിഷ്ടപ്പെട്ടൊരു പ്രതിപക്ഷത്തെ പ്ലാൻ ചെയ്യുന്നതിന് ഈ കേസ് വളരെ സമൃദ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒത്തുതീർപ്പാണ്. ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ട് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കില്ല. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കില്ല. രാഹുൽ ഗാന്ധി ചോദിച്ചു പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്ത കാര്യം എന്താണ്? ഏത് കുറ്റത്തിന്? പിണറായി വിജയൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ ആരോപണമെങ്കിലും ഉണ്ടോ?
എല്ലാം ഹൈക്കോടതി വിധി തീർപ്പാക്കില്ലേ കുഴൽനാടൻ്റെ കേസിൽ? ഞങ്ങൾ രാഷ്ട്രീയമുള്ളവരായതുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഈ കടന്നാക്രമണമാണ് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. 18,000 കോടി രൂപ അഴിമതി നടത്തിയവരാണ് ബി ജെ പിയും കോൺഗ്രസും ഇവിടുത്തെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ തുകയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ തുക എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ക്രിമിനൽ കുറ്റമാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചെയ്തിരിക്കുന്നത്. അതിന് വേട്ടയാടപ്പെടണമെന്ന ചോദ്യത്തിനകത്ത് ഇത് രാഷ്ട്രീയമായി ഇതിനെ കാണണം, വേട്ടയാടാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി. പക്ഷേ ശ്രീ അനിൽകുമാർ, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ എൻ ശ്രീകുമാറിലേക്ക് പോവാം. ഇവിടെ ഇത്തരത്തിലൊരു കേസിൽ പ്രതിയായി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, അത് ഒരു ഔദ്യോഗിക സ്ഥാനവുമാണ്. അത് കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാജി ആവശ്യപ്പെടുന്നവരാണല്ലോ. നിങ്ങൾക്ക് അത്തരം ആവശ്യമുണ്ടോ? അല്ല, ബൊഫേഴ്സിൻ്റെ വന്നപ്പോൾ രാജീവ് ഗാന്ധി രാജിവെച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇത്തരം അഴിമതി ആരോപണം വന്നാൽ രാജിവെക്കുന്നതല്ല. അല്ല, കോൺഗ്രസിൻ്റെ കേസിനകത്ത് ഇവർ അല്ല, നമ്മളറിയാമല്ലോ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ തന്നെയല്ലേ ബൊഫേഴ്സ് വന്നത്. ഗലി ഗലി മേ ബോർത്താ ഹേ, രാജീവ് ഗാന്ധി ചോർ ഹേ. പിന്നെ ഇടവരെ ചെന്നു. അത് കൊത്രോച്ചി അറിയത്തില്ലേ? കൊത്രോച്ചിയെ, ഉക്തോവിയെ കൊട്രോച്ചി അറിയത്തില്ലേ? എന്താണ് ഇറ്റലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധം? ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കല്ല പോണത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിശുദ്ധന്മാരായി അഴിമതിരഹിതരായി ഒരു 1.72 കോടി രൂപയുടെ ഒരു കരാറുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി ഒരു കമ്പനി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ ചോര കുടിക്കാൻ നടക്കുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് തുറന്നു കാട്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് നിയമവിരുദ്ധമല്ലാത്തൊരു കാര്യം, അത് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം, ആ കമ്പനികൾ തമ്മിൽ സ്വകാര്യമായി നടക്കുന്ന കാര്യം അഴിമതിയാണെന്ന് പറഞ്ഞ് കേസ് ചാർജ് ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? അപ്പം മാധ്യമങ്ങൾ പറയുകയാണ് CPM സഹായിക്കരുത്, പിണറായിയെ സഹായിക്കരുത്, LDF പിണറായിയെ സഹായിക്കരുത്, CPI പിണറായിയെ സഹായിക്കരുത്. മറുഭാഗത്തോ സോണിയാഗാന്ധി മകനോട് കൂടി സ്വത്തടിച്ചു മാറ്റിയിട്ട്, കോൺഗ്രസ് പാർട്ടിയുടെ സമ്പത്തടിച്ചു മാറ്റിയിട്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സമ്പത്ത് സ്വകാര്യ സ്വത്താക്കി മാറ്റിയിട്ട് അത് കോൺഗ്രസിനെതിരായ കുറ്റകൃത്യമാണ് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് മാധ്യമങ്ങൾ കൂടിയാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്.